ശരിക്കും നിങ്ങൾ എന്തിനാണ് ഈ കുടുംബ സംഗമത്തിനായിട്ട് വന്നിട്ടുള്ളത്? എല്ലാവരെയും പരിചയപ്പെടാം എന്നുള്ളത്. ഒന്ന് ഷോർട്ടാക്കി പറയാം. എല്ലാവരെയും പരിചയപ്പെടാമെന്ന് പറഞ്ഞു. കുടുംബങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ സംസാരിക്കാം. കുടുംബങ്ങളെ നേരിട്ട് കാണാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. ചെറിയൊരു യെസ് പറയൂ, എന്തിനാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്? വേഗം വേഗം. ബിരിയാണി കിട്ടും, കുറച്ച് സെൽഫി എടുക്കാം, റീൽസ് എടുക്കാം, അതൊന്നുമില്ല. ഉമ്മ പിടിച്ചു കൊണ്ടുവന്നു, അതുമല്ല. വെറുതെ കാണാമെന്ന. വെരി ഗുഡ്, അത് നല്ലൊരു ഉദ്ദേശമാണ്. വേറെ ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പറഞ്ഞോളൂ. സ്നേഹത്തോടെ കൂട്ടുകൂടാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയൊക്കെയാണ് മറുപടിയെങ്കിലും പല കണ്ണുകളിലും ഞാൻ വേറെ ഉദ്ദേശങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ ഞാൻ പറയട്ടെ, ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരെയും കാണാം, മീറ്റ് ചെയ്യാം. കുറച്ച് പേർക്കുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ മറ്റു കുടുംബങ്ങളിൽ എത്തിച്ച് ഞങ്ങൾ നടത്തിപ്പുകാരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും ഭംഗിയായിട്ടുള്ളൊരു കുടുംബമാണ് എന്ന് കാണിക്കാൻ. മോശമൊന്നുമല്ല, നല്ല ഉദ്ദേശമാണ്. പിന്നെ കുറച്ച് പേർക്കുണ്ട്, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് റീൽസ് എടുക്കാം. കുറച്ച് പേർക്ക് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ ഒന്ന് കഴിച്ച് മൂപ്പര് വന്ന് വിളിച്ചതല്ലേ, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന ഉദ്ദേശത്തിൽ വന്ന് പോവാം എന്ന് കരുതിയ ആളുകളുണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പറയാൻ പറ്റുമോ? എന്താണെങ്കിലും നല്ല ഉദ്ദേശങ്ങളാവട്ടെ, ഇവിടെ നല്ല ചർച്ചകളും നല്ല സമാഗമം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായി ടച്ചിങ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ ഇനാഗുറേഷൻ സെഷനിൽ കണ്ടൊരു കാര്യം, നമ്മളുടെ വേളേട്ടന് ആദരവ് കൊടുത്തു. ഒരു ഗിഫ്റ്റായിട്ട് ഒരു ക്യാഷ് പ്രൈസോ മറ്റോ കൊടുത്തത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അദ്ദേഹം അത് നേരെ പോക്കറ്റിൽ സേഫാക്കി വെച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടിക്ക് പോയത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അപ്പോൾ ചില ആളുകൾ ഇതെന്തിനാ ഇപ്പോൾ ട്രൗസറിനുള്ളിലൊക്കെ കേട്ടണോ, ഫോട്ടോസൊക്കെ എടുക്കണില്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്ത ഇതിൽ എത്ര തുകയാണോ ആയിരിക്കാം എന്ന് കരുതുന്നു, എത്രയാണെങ്കിലും അത് അത്രയും വാല്യുബിളാണ്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു ആദരവാക്കി കൊടുക്കുമ്പം അതൊരു പ്രസൻ്റാണ്, ഒരു സമ്മാനമാണ് അല്ലേ? നിങ്ങളൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ടാവും പ്രായമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് സർപ്രൈസ് ഗിഫ്റ്റുകൾ ഹസ്ബൻഡിന് വൈഫ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കുന്നു അല്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിറന്നാളിന് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഗിഫ്റ്റുകൾ നമ്മൾ പ്രസൻറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്, അതൊരു സന്തോഷമാണ്. ഈ പ്രസൻറ്റ് വിലപിടിപ്പുള്ളൊരു സാധനം കൊടുക്കുന്നത് പോലെ തന്നെ വാല്യൂ ഉള്ള ഒരു സാധനമാണ് ടൈം എന്ന് പറഞ്ഞത്. സമയം കൊടുക്കുക നമ്മൾ പറയും അല്ലേ? നിങ്ങളുടെ ഇന്ന് ഡിസംബർ 25 ആണ്, വേണമെങ്കിൽ യാത്രകൾ പോകാമായിരുന്നു, വീട് ക്ലീൻ ചെയ്യാമായിരുന്നു, വേറെ മറ്റു പല പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് സമയം നിങ്ങൾ ഇതിന് മാറ്റിവെച്ചു എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം, ഇവിടെ നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ ആളുകളെയൊക്കെ കൂട്ടി വന്ന സാന്നിധ്യം എന്ന് പറയുന്നത് അതും ഒരു പ്രസൻ്റാണ്. സാന്നിധ്യത്തിന് നമ്മൾ മലയാളത്തിൽ പറയും പ്രസൻറ്റ്. ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നമ്മൾ പ്രസൻറ്റ് എന്ന് പറയും അല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം ഈ സമയം കൊടുക്കാൻ പറ്റാറുണ്ടോ? കുറവാണ്. യെസ്, കുറവാണെന്നുള്ളത് സ്വാഭാവികം ആണ്. കാരണം നമ്മളിലേക്ക് മുമ്പത്തെ പോലല്ല, ടെക്നോളജീസ് വന്നു, തിരക്കുകൾ കൂടി, ഒരുപാട് തിരക്കാണ്. നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വൈകിട്ട് എത്തിയിട്ട് രാത്രിയുള്ള ഫുഡിൻ്റെ കാര്യം, അടുത്ത ദിവസത്തെ പരിപാടികളുടെ കാര്യം, അടുത്തതിലേക്ക് തന്നെ നമ്മളുടെ ചിന്തകൾ വല്ലാതെ പോയി പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രസൻറ്റിൽ ലിവ് ചെയ്യാൻ, ജീവിക്കാനായിട്ട് ഒരു സമയം കൊടുക്കാനായിട്ട് ചിലപ്പോൾ നമ്മളെ കൊണ്ട് മറന്നു പോകാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഈ കുടുംബത്തിൽ ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള പുറത്തിറങ്ങാൻ പറ്റാത്ത, ഡിസേബിൾഡായിട്ട് വയ്യാതെ അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റി അല്ലെങ്കിൽ ജനിച്ച സമയത്ത് തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും ഇല്ലേ? അത്തരം ആളുകളെ നമ്മൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് പഠിച്ചോനെ പാവം എന്നുള്ള എമ്പതി ഓർ സിമ്പതി കഴിഞ്ഞ് എമ്പത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി ചിലപ്പോൾ നമ്മൾ പോവും, മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത്തരം ആളുകളെ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. സാധാരണ രീതിയിൽ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആളുകളുണ്ട്. നമ്മൾ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നമ്മളുടെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകും. നമുക്കിങ്ങനെ
ഓടി ഓടി പോവുക എന്നുള്ള തിരക്കിലാണ് പോകുന്നത് അല്ലേ? അപ്പം എന്താ ശരിക്കും സംഭവിക്കണത്? നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് പോവാനായിട്ട് കുട്ടികളെല്ലാവരും കൂട്ടും അല്ലേ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ പോകണം എന്ന് പറഞ്ഞ് അതിന് ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണം, ഏത് രീതിയിൽ കോസ്റ്റ്യൂം ചെയ്ത് പോകണം, ഔട്ട്ഫിറ്റ് എങ്ങനെ ആവണം നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാവരും പോവും. അതേ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രായമുള്ള വയ്യാതെ ഇരിക്കുന്ന നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, എളാമ്മ, മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ബന്ധുക്കാർ, വയ്യാതെ കിടക്കുന്ന ആളുകളും അപകടം പിടിച്ച ആളുകളൊക്കെ ഉണ്ടാവും. അവരെ നമ്മൾ കാണാൻ പോകുമ്പം കുട്ടികളെ കൂട്ടാറുണ്ടോ? ശരിക്കും കൂട്ടാറുണ്ടോ? നിങ്ങൾ പറയൂ. കൊണ്ടുപോകാറുണ്ട്. വെരി ഗുഡ്. പോകാറുണ്ടോ? കുട്ടികളെ മാക്സിമം നമ്മൾ അവിടെ നിർത്തി, ചിലപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കാം കുഞ്ഞുങ്ങളെ നമ്മൾ കൂടെ കൂട്ടില്ല. അത്തരം സ്ഥലങ്ങളിലേക്ക്, മരണ വീടുകളിലേക്ക് നമ്മൾ കൂടെ കൂട്ടില്ല. നമുക്ക് ഹാപ്പിനെസ് ഉള്ള, സന്തോഷമുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളെ കൂട്ടി എല്ലാവരെയും കൂട്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ് എന്ത്? വയ്യാതെ വരുന്നതും അസുഖങ്ങൾ വരുന്നതും എല്ലാം. അതും നമ്മളുടെ കുട്ടികൾ, ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരെ ജസ്റ്റ് ഒന്ന് കൂടെ കൂട്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്കൊരു തിരിച്ചറിവാണ്. കാരണം എന്താ? ഈ ഒരു മാരേജ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തന്നെ എല്ലാവരും ഉണ്ട്, ആളും ബഹളവും തിരക്കുകളായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇതിനൊരു പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ ഉണ്ട്, ഒരു മാരേജ് 2-3 ഡേയ്സ് നടക്കുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ. അതിന് പരിപാടി കഴിഞ്ഞിട്ട് പന്തൽ പൊളിച്ച് പുറത്തിറക്കി പാത്രങ്ങളൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്ത സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നൊരവസരം ഉണ്ടാവും. വീട് ശൂന്യമായിരിക്കും. വിളിച്ച് വരുത്തിയിട്ടുള്ള അതിഥികളും കുടുംബക്കാരൊക്കെ തിരിച്ചു പോവും. വീട് ശൂന്യം. നമ്മൾ മാത്രമുള്ളൊരു പിറ്റേന്ന്, കല്യാണ പിറ്റേന്ന് എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. ഇതേപോലെ നമ്മളിപ്പം ചുരിദാറിട്ടും നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടു അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഓടി നടന്ന് അങ്ങോട്ട് എത്താൻ പറ്റുന്ന ആരോഗ്യത്തിൽ എനർജറ്റിക്കായിട്ട്, മെൻ്റലി ഫിസിക്കലി എനർജറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് മെജോറിറ്റി ആളുകളും ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നാളെ പിറ്റേന്ന്, കല്യാണ പിറ്റേന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു പിറ്റേന്നുണ്ട്. എന്താണത്? എന്താണത്? യെസ്, ഓൾഡ് ഏജ്, വാർദ്ധക്യകാലം. ഒരു ഓൾഡ് ഏജിലെത്തുന്ന സമയത്തുണ്ടാവുന്ന, പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അതിന് മുമ്പേ ആവാം. വയ്യായ്മകൾ, തളർന്നു പോവലുകൾ ഉണ്ടാവും. വേറൊരാളുടെ സപ്പോർട്ട് വേണ്ടി ഒരു സമയം ഉണ്ടാവും നമുക്ക്. ആ സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഒരാൾ വരാനോ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രസൻറ്റ് സാന്നിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തിരക്കിൽ ഓടുമ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് പോകാനും, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും, സംസാരിക്കാനും, കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് ആഗ്രഹങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി, നമ്മളുടെ വളർച്ചകൾ അറിയാൻ വേണ്ടിയിട്ട് പ്രായത്തിലിരിക്കുന്ന ആളുകളുണ്ടാവും. സാധാരണ രീതിയിൽ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പ്രായമുള്ള ആളുകളെ ആണെങ്കിൽ നമ്മൾ പിടിച്ചു കൊണ്ടുപോകും. ഒരു വോട്ട് നഷ്ടപ്പെട്ടാൽ നമ്മളുടെ പാർട്ടിക്കാണ്. ഇവിടെ പല ആശയങ്ങളും ആദർശങ്ങളും പാർട്ടി എല്ലാം ഉള്ള ആളുകളുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മളുടെ പാർട്ടിയിലേക്ക് ഒരു വോട്ട് എന്ന് കരുതിയിട്ട് ആ ആളെ നമ്മൾ തൂക്കിപ്പിടിച്ച് വീൽ ചെയറിലെങ്കിലും കൊണ്ടുവരും. പക്ഷേ നമ്മൾ ഇതുപോലൊരു പരിപാടിയിൽ, ഒരു മാരേജ് ഫംഗ്ഷനിൽ അവർക്കൊരു ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ, അള്ളാൻ്റെ ഈ ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള കാഴ്ചകൾ, കണ്ണിനും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുള്ള സ്ഥലങ്ങളും അവസരങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് അവിടത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ മനസ്സ് സമ്മതിക്കില്ല. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ, ഒരു മുറിവ് പറ്റിയ കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ബാൻഡേജൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കരയാതെ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ പോകും. കാരണം എന്താ? കുഞ്ഞാണ്, എടുത്ത് കൊണ്ടുപോകാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പ്രായമുള്ള ഒരാളെന്ന് പറയുമ്പം നമുക്ക് അവരെ കൊണ്ടുനടക്കാൻ, അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വയ്യ, നമ്മളുടെ മറ്റാളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നലുകളായിരിക്കും. പക്ഷെ ചെറുതായിട്ടൊന്ന് റിയലൈസ് ചെയ്യുക, ഈ ഓട്ടത്തിനപ്പുറം നാളെ ഒരു പിറ്റേന്ന് എന്നൊരു സമയം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ കുറച്ച്
എന്നാലും ഇവരൊന്ന് ഏജ്ഡ് നമുക്ക് പറയാൻ പറ്റുമോ? ഓടി നടക്കാൻ പറ്റില്ലെങ്കിലും പരസഹായം കൊണ്ട് പോകാൻ പറ്റുന്ന ആളുകളെ ഫ്രണ്ട് തന്നെ കണ്ടത് ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. ചിലപ്പോഴെങ്കിലും നമ്മളുടെ ലൈഫിലൊരു കുറ്റബോധം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സംസാരങ്ങളായിരിക്കും, കമ്മ്യൂണിക്കേഷനാണ്. സൈക്കോളജിയിൽ നമ്മളതിനെ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ട്രാൻസാക്ഷനെ 3 രീതിയിൽ പറയപ്പെടുന്നുണ്ട്: കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ, ക്രോസ്ഡ് ട്രാൻസാക്ഷൻ ആൻഡ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ. അപ്പം ഞാൻ ഈ 3 ട്രാൻസാക്ഷനും ജസ്റ്റ് ഒരു എക്സാമ്പിൾ സഹിതം നിങ്ങളടുത്ത് പറയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യാം ഇതിലേതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷനാണ്. നിങ്ങളുടെ വീട്ടിൽ സാധാരണ രീതിയിലും രാവിലെ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡ് അല്ലെ വൈഫും ഹസ്ബൻഡും ഒരുമിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെ തന്നെ നോക്കുമ്പം ഹസ്ബൻഡിൻ്റെ വാച്ച് കാണുന്നില്ല. അപ്പോൾ വാച്ച് കാണാതിരിക്കുമ്പം കുറേ നോക്കി പെട്ടെന്ന് ചോദ്യം വൈഫിൻ്റെ അടുത്ത് വരും, അല്ലേ? എടേ നീ എൻ്റെ വാച്ച് കണ്ടിരുന്നോ? അപ്പം ഫസ്റ്റ് കോംപ്ലിമെൻ്ററി ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഷെൽഫിൽ അവിടെ നോക്കിക്കേ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ വന്നിട്ടൊന്ന് നോക്കാം. സാഹചര്യം ഉണ്ടാവാറുണ്ടോ? എന്തെന്ന് തോന്നുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പറഞ്ഞോക്കാം, അതാണോ വീട്ടിൽ നടക്കണമെന്നുള്ളത്. സെക്കൻഡ് ട്രാൻസാക്ഷൻ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ. എൻ്റെ വാച്ച് കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു റെസ്പോൺസ് ഉണ്ട്. നിങ്ങൾ വാച്ച് നോക്കി നടക്കുന്നതാണോ? 100 കൂട്ടം പണിയില്ല എനിക്ക്, എപ്പോഴെങ്കിലും ഈ ഭാഗത്തേക്കൊന്ന് വന്ന് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ക്രോസ്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് വൺ. അത്തരം വീടുകളിൽ മിക്കവാറും പാത്രങ്ങൾ പുറത്തായിരിക്കും, പാത്രങ്ങളുടെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും, കുട്ടികളുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നുണ്ടാവും. കാരണം ഇത് ഈഗോ വർക്കൗട്ടായി തിരിച്ച് ആൾ റെസ്പോണ്ട് ചെയ്യും. അവിടെ ഒരു ഇമോഷൻ അല്ലേ മാറും, സിറ്റുവേഷൻ മാറും, രാവിലത്തെ മൂഡേ മാറും, പിടിച്ചു കുട്ടിക്ക് ഒന്ന് കൊടുക്കും, അങ്ങനെയൊക്കെ സംഭവിക്കും. ദെൻ തേർഡ് വൺ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയും. ഇത് എൻ്റെ വാച്ച് കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് തിരിച്ചുള്ള റെസ്പോൺസ്, നിങ്ങളെ വാച്ചല്ലേ, ഇതുവരെ എൻ്റെ പോക്കറ്റിലാണ്, ഇപ്പോൾ ഇതേ ചാടിപ്പോയതേ ഉള്ളൂ, പോകുന്ന സമയത്ത് നിങ്ങൾ അന്വേഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ആക്കിക്കൊണ്ടൊരു മറുപടി ആയിരിക്കും ഈ പറഞ്ഞ തേർഡ് ട്രാൻസാക്ഷൻ. എങ്ങനെ ഉണ്ടാവും? ഇതിപ്പോൾ നിങ്ങൾ ഭാര്യമാർ തന്നെയല്ല, തിരിച്ച് ഹസ്ബൻഡിൻ്റെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും? മൂന്നാമത് പറഞ്ഞതാണ് ഏറ്റവും നല്ല സുഖം. ഏറ്റവും നല്ല സുഖമാണ്. ആഹാ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, സീരിയസ് ആയിട്ടൊരു കാര്യം തിരഞ്ഞു നോക്കി നടക്കുന്ന സമയത്ത് ഈ ഒരു റെസ്പോൺസ് കിട്ടുമ്പം സ്വാഭാവികമായിട്ടും അത്ര സുഖം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവിടുത്തെ ഈഗോ സ്റ്റേറ്റ് മാറി. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയണത് ആദ്യം പറഞ്ഞ ഫസ്റ്റ് വണ്ണാണ്. ചോദിക്കുമ്പം അത് അവിടെ ഉണ്ട്, ഞാനിവിടെ വന്ന് നോക്കാം. കുഞ്ഞുങ്ങളാവാം, എൻ്റെ ബുക്ക് കണ്ടിരുന്നോ ഉമ്മ? ചിലപ്പോൾ ബുക്കും ഈ നമ്മൾ എന്താ പറയുക ഈ സാധനങ്ങളല്ലേ ടൈം ടേബിൾ അടക്കം നോക്കി പേക്ക് ചെയ്തിട്ടായിരിക്കും കുട്ടികളെ വിടുന്നത്. അത്തരം ശീലമുള്ള ഉമ്മമാർ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടീനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നൊന്ന് മനസ്സിലാക്കുക. അവർ ഇൻഡിപെൻഡൻ്റ് ആവട്ടെ, കുട്ടികൾ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് വരുന്ന കൺസൾട്ടിങ് കേസുകളിൽ പല കേസുകളും പാരൻറ്റിങ്ങിൽ വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ കുഞ്ഞ്, എനിക്കൊരു മോളേ ഉള്ളൂ, ആ മോളെ ഞാൻ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പാമ്പർ ചെയ്ത് വളർത്തുന്നത്. അത് ആ സമയത്തൊന്നും തിരിച്ചറിയില്ല, ലേറ്റർ ഡെവലപ്മെൻറ്റിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, പണി പിന്നാലെ വരും. കുട്ടികളിത് കേൾക്കും. ഉമ്മാനോട് സംസാരിക്കുന്നത് ഈ രീതിയിലാണെങ്കിൽ കുട്ടികളും ഒബ്വിയസ്ലി തിരിച്ച് തന്നെ ആയിരിക്കും റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഹണിമൂൺ ഭയങ്കരമായിട്ട് യാത്രകൾ പോകാറുണ്ട്. അതിനായിട്ട് എക്സ്പെൻസ് കണ്ടെത്തും, യാത്ര ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യും, ദൂരേക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നു, റീൽസ് എടുക്കുന്നു അല്ലേ, എന്നിട്ട് അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള ഉദ്ദേശം ഒന്നാണ്, പരസ്പരം പരിചയപ്പെടുക, എക്സ്പ്ലോർ ചെയ്യുക, മനസ്സിലാക്കുക. പക്ഷെ ഞാൻ സാധാരണ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന കുട്ടികളെടുത്ത് പറയാറുണ്ട്, നിങ്ങൾ തുടക്കത്തിൽ ഈ ഹണിമൂണിന് വേണ്ടിയിട്ട് സമയം അല്ലെങ്കിൽ എക്സ്പെൻസ് ഫിനാൻസ് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങൾ ലേറ്റർ ലൈഫിൽ മാരേജ് കഴിഞ്ഞൊരു 10-20 ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തുമ്പം ഒരു കപ്പിൾ ടൈം കണ്ടെത്താൻ ഒരു ചെറിയൊരു യാത്ര, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടെ കണ്ണിൽ നോക്കിയിരിക്കാൻ പറ്റുന്ന എവിടേക്കെങ്കിലും പോകാനുള്ളൊരു സമയമോ സാഹചര്യമോ കണ്ടെത്താനുള്ളൊരു എഫേർട്ട് എടുക്കണമെന്ന്. അത് തന്നെ എനിക്ക് നിങ്ങളടുത്തും പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ഫാമിലീസ് മെമ്പേഴ്സ് ഉണ്ട്, പല ഏജ് ഗ്രൂപ്പിലും ഉള്ള ആളുകളാണ്.
സാധാരണ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മളെ സമയം കഴിഞ്ഞ് ഇനി കുട്ടികളല്ല അവർ എൻജോയ് ചെയ്യട്ടെ. പക്ഷേ ഈ എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ അല്ലാഹു തആലയോട് എപ്പോഴും ദുആ ചെയ്യുന്നത് നമുക്ക് ആഫിയത്ത് ആരോഗ്യം ചോദിച്ച് വാങ്ങണം. അപ്പം നമ്മൾ തന്നെ പറഞ്ഞ് തീർക്കുകയാണെന്ത് നമ്മളുടേതൊക്കെ കഴിഞ്ഞ കുട്ടികളുടെ കാലം ഇവിടെ തന്നെ പലരും ഉണ്ടാവും. മേ ബി നിങ്ങൾ നല്ല കൂട്ടത്തിൽ നല്ല പുതിയ ഡ്രസ്സ് പർദ്ദയോ സാരിയോ ഇട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ചൊരു 50-60 ഏജിൻ്റെ മുകളിലുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ എപ്പോഴും യങ് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഡ്രസ്സിങ്ങിൽ ഔട്ട്ഫിറ്റിൽ നല്ല യങ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഷർട്ടും തുണിയാണെന്നുണ്ടെങ്കിലും അയൺ ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നമ്മൾ ഇരിക്കും. സ്റ്റേജിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാവരും നല്ല നീറ്റ് ആൻഡ് അല്ലേ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ചെറുതായിട്ട് പക്ഷെ എന്താ ചെയ്യുക, മുട്ടുവേദനയൊക്കെയാണ്, വയ്യായ്മയാണ്, നമ്മളെ കാലം കഴിഞ്ഞില്ല, ഇനി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. നമ്മളിങ്ങനെ കണ്ടിരിക്കുക, അത് പറയുന്നതോടെ പോയി. മനസ്സിലായില്ലേ? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ സെൽഫ് ടോക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ചിന്തകൾ പോവും. അപ്പോൾ ഡൈ ചെയ്ത് മുടിയൊക്കെ കളർ ചെയ്തിട്ടുണ്ടാവും, മെഹന്തി ചെയ്തിട്ടുണ്ടാവും, ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട്, സ്ത്രീകളുടെ കാര്യമാണെങ്കിലും പർദ്ദയും സാരിയൊക്കെ കൊടുത്ത് ഹാൻഡ് ബാഗൊക്കെ ആയിട്ട് കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാവും. സംസാരത്തിൽ വരെ നമ്മളെ സമയം കഴിഞ്ഞു. നെവർ ടോക്ക് ലൈക്ക് ദാറ്റ്. അതുപോലെ സംസാരിക്കാൻ നിങ്ങൾ പോവരുത്. അത് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുക, കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ കൂടെ കൂടുക. അതേപോലെ നിങ്ങളുടെ സഹധർമ്മിണി ആരോഗ്യത്തോടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ടൊരു യാത്രകൾ നടത്തുക, കപ്പിൾ ടൈം കണ്ടെത്തുക. നിങ്ങൾക്ക് പേരക്കുട്ടികളും മരുമക്കളൊക്കെ ആയിട്ടുണ്ടാവും. മെജോറിറ്റി ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ചെറിയൊരു യാത്രകൾ, നിങ്ങളുടെ വീടിൻ്റെ 4 ചുമര് അല്ലേ, ഇപ്പം സ്ക്വയർ ഫീറ്റുകൾ വലിയ സ്ക്വയർ ഫീറ്റുള്ള സൗകര്യമുള്ള വീടുകളല്ലായിരിക്കും. പക്ഷേ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം ഒന്ന് പുറത്തിറങ്ങി അറ്റ്ലീസ്റ്റ് മിനിമം ചാർജിൽ കൊടുത്ത് ഒരു ബീച്ചിലോ പാർക്കിലോ എങ്കിലും നമ്മൾ പോയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക, സംസാരിക്കുക. അപ്പോഴും മിക്കവാറും നിങ്ങളുടെ മനസ്സിലും ചിന്തയിലും വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, കുട്ടികളുടെ, പേരക്കുട്ടികളുടെ കാര്യമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഒരു ക്വാളിറ്റി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാണ്. കുട്ടികളെ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവരും ഇൻട്രാക്ട് ചെയ്യും, അവർ സംസാരിക്കും, വിഷയങ്ങൾ മാറും. തിരിഞ്ഞു നോക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് ഹണിമൂൺ നടത്തി കണ്ണിൽ നോക്കിയ റൊമാൻസ് കൈകാര്യം ചെയ്ത ആ ഒരു പ്രായത്തിൽ നിന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ച് എത്തിയ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒന്ന് റിയലൈസ് ചെയ്യുക, ചിന്തിക്കുക. അതിന് വേണ്ടിയുള്ളൊരു എഫേർട്ട് നമ്മൾ എടുക്കുക. പലപ്പോഴും നടക്കാറുണ്ടോ? കുറച്ച് പേരിതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, കുറച്ച് പ്രായമുള്ള ആളുകൾ വരട്ടെ, നടക്കാറുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അവസരങ്ങൾ കണ്ടെത്തുക, സാഹചര്യങ്ങൾ കണ്ടെത്തുക. ഇപ്പം നമ്മൾ ആരോഗ്യത്തിലാണ്, നമ്മളുടെ കുടുംബത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുണ്ട്, ആർക്കും വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ നമ്മളുടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പഠനം നടത്തിയിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്, വർക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ അതും കൂടെ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാണ്. കാസർഗോഡ് ജില്ലയിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വിവിധ ഡിസേബിലിറ്റി ഉണ്ട്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഡൗൺ സിൻഡ്രോം, ഒത്തിരി ഡിസബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം മേ ബി അത്തരം കേസുകൾ. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തെറാപ്പീസ്, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ്, പിന്നെ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പീസ് കൊടുക്കുന്ന ഒരു സെൻ്റർ ആയിരുന്നു അത്. അവിടെ ഞാൻ പോയപ്പം ഒരു 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഉമ്മ ഒരു ചെറിയൊരു മകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നോക്കിയേ, ഈ മകളുടെ വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞ് അവരുടെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ജസ്റ്റ് നോക്കുന്ന സമയത്ത് വളരെ മാന്യമായിട്ട് അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ, മീൻസ് കുട്ടി പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നുണ്ട്, സർവ്വവിധ കഴിവുകളുള്ളൊരു കുഞ്ഞു പെൺകുട്ടി. നല്ല എനർജറ്റിക് ആണ് ആൾ. സമ്മാനങ്ങൾ വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എനിക്ക് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കണ്ട കുഞ്ഞാണ് ഈ നിൽക്കുന്നത്. ആ കുഞ്ഞിന് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ 3-4 വയസ്സ് വരെ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് പോയ ആളാണ്.
പക്ഷെ പെട്ടെന്നൊരു ദിവസം വയ്യാതെ തലകറങ്ങി വീണു. സ്കൂളിൽ നിന്നായിരുന്നു സംഭവം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തു, നോക്കി. സീഷർ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഇമ്പൾസിൽ ഇലക്ട്രിക് ഇമ്പൾസ് ഹൈ ഇതിൽ വന്നിട്ടാണ് അതിൻ്റെ നെർവിനെയും മറ്റും ബാധിച്ചിട്ട് ഡെയിലി ഉണ്ടായിരുന്ന ഫങ്ഷനിങ്, കമ്മ്യൂണിക്കേഷൻ, കുട്ടി ഭക്ഷണം കഴിക്കുന്ന എല്ലാ ഫങ്ഷനിങ്ങിനെയും അത് എഫക്റ്റ് ചെയ്തു. കുഞ്ഞിന് നേരെ നോക്കി നടക്കാൻ പറ്റുന്നില്ല. അവിടെ തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുക, ഒക്യുപ്പേഷണൽ തെറാപ്പി. അപ്പോൾ കാല് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് കൂടെ സപ്പോർട്ട് കൊടുക്കണം. നേരെ കണ്ണ് തുറന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കണം. വായിലൊരു സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ചവച്ചരയ്ക്കാൻ കുഞ്ഞിന് പറ്റുന്നില്ല. യൂറിൻ പാസ് ചെയ്യുന്നത് കുഞ്ഞ് അറിയുന്നില്ല, അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്ത് പോവാ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നും. പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് പറയുന്നത്. അത്തരം ഒരുപാട് കേസുകൾ. പിന്നെ ജനിച്ച സമയത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷവും ആർക്കും ഏത് രീതിയിലും സംഭവങ്ങൾ സംഭവിക്കാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയുക മാത്രമല്ല, നമ്മളുടെ ഈ കുടുംബത്തിൽ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവരെ വിസിറ്റ് ചെയ്യുന്നത്, അവരെ കൂട്ടി പുറത്തേക്ക് പോകുന്നത്. അവരെന്ന് പറയുന്നത് പല സ്റ്റേജിലുണ്ടാവാം. ചിലപ്പം പ്രൊഫൗണ്ടായിട്ട് വീട്ടിൽ ബെഡ് റിഡൺ ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എല്ലാം കിടന്ന കാര്യത്തിലായിരിക്കും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും അവരെ നോക്കുന്ന ആളുകൾക്കൊന്നും പുറം ലോകം കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ പിന്നെ ഈ ഒരു ഫംഗ്ഷന് വന്ന് അവർ വരില്ല, അവരെ കൊണ്ട് പറ്റില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അവരെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, അവരെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ചിന്ത ഉണ്ടാവുക, അതിനൊരു ഇനീഷ്യേറ്റീവ് ആവുക, അതുമായിട്ട് സംസാരിക്കാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടാവുക നമ്മളുടെ കൂട്ടായ്മകൾ, നമ്മളുടെ കുടുംബ ബന്ധം കൂടുമ്പോൾ ഇമ്പുള്ളതാണ്. പക്ഷേ കൂടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ മാമൂലുകളും കൂടുതലുള്ളത്. ഒരുപാട് കേസുകൾ, ഒരുവിധം കേസുകളൊക്കെ കൺസൾട്ടിങ്ങിന് വരുന്നതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. സാമ്പത്തികമായിട്ട് ക്രൈസിസ് വരുന്നു. എന്തുകൊണ്ട് ഈ സാമ്പത്തിക ക്രൈസിസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് അടിപൊളിയായിട്ട് പോയി, പിന്നീട് കയ്യിൽ നിന്ന് പോയി, പിന്നെ ക്ലാഷുകളായി, കോൺഫ്ലിക്റ്റുകളായി. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ പോലും തേർഡും സെക്കൻഡും ട്രാൻസാക്ഷൻ കമ്മ്യൂണിക്കേഷനായി മാറി, പിന്നെ വഴക്കായി. അപ്പോഴായിരിക്കും തിരിച്ചറിവ് ഉണ്ടാവുന്നത്. അപ്പം ഇത്തരം ഞാൻ സൂചിപ്പിച്ചത് വിള്ളലുകൾ ഉണ്ടാവുന്നത് അവരത്രല്ലേ കൊടുത്തില്ല, അവരിത്രല്ലേ കൊണ്ടുവന്നില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ ഇത്രയല്ലേ ഉള്ളൂ അല്ലേ. ഇവിടെ തന്നെ നിങ്ങൾ ഇത് സംഘടിപ്പിക്കാൻ കുറച്ചൊന്നുമല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക. ഒരുപാട് സംസാരിച്ചും ചർച്ച ചെയ്തും പ്ലാൻ ചെയ്തും ആണ് ഇത് നടത്തിയെന്നുള്ളത് ഇവിടെ ഞാൻ എൻട്രി ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇവിടെ MC ടീം ഉണ്ടായിരുന്നു, ഡെക്കറേഷൻസ് ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നിങ്ങൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഉദ്ദേശം കുടുംബം എല്ലാവരും ഒരുമിച്ച് കൂടുക, നമ്മൾക്കൊരു വേളാട്ട് എന്ന് പറയുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത്. ആ യൂണിറ്റി നമ്മളുടെ സംസാരത്തിലും. അപ്പം നിങ്ങളുടെ കൂട്ടായ്മകൾ, ഉദ്ദേശങ്ങൾ നാളെ ആഖിറത്തിലേക്കും ഉപകാരമുള്ളതാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.